അപ്പം പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ അയർലൻഡിലെ മോർണിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നാട്ടിലെയൊക്കെ കൂട്ട് തന്നെ ഞാൻ ഇവിടെയും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്കൊന്നും ഓടത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പുറത്തെ അയൽവക്കത്തെ വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കുന്നതാണ് ജോലി. അപ്പോൾ രാവിലെ അവിടെ നോക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലുകളിൽ നല്ല പൂക്കൾ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഗാർഡൻ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി അവിടുത്തെ നല്ല പല കളറിലെ പൂക്കളും ചെടികളും ഒക്കെ കാണും. പിന്നെ കുറച്ച് കിളികളുടെ സൗണ്ട്. അപ്പം ആ ഒരു എന്താ പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രകൃതിയിൽ നിന്ന് വരുന്ന ആ ഒരു വൈബ് ഭയങ്കര വൈബാണ്. പിന്നെ അതുപോലെ തന്നെ സൺലൈറ്റൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ആ ഒരു പ്രകാശമൊക്കെ കണ്ട് എഴുന്നേറ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രഷ് ആവും കേട്ടോ. നേരെ ഓടി നമ്മൾ അടുക്കളയിലേക്ക് ചെന്ന് പാത്രങ്ങളും കണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്താല്ലേ ഒരു ദിവസത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് ഒരു റീഫ്രഷ്മെൻ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അതിനനുസരിച്ചുള്ള റെസിപ്പികളാണ് ഡെയിലി വരുന്നത്. അല്ലാതെ ഇവിടെ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു പ്ലാനറൊന്നുമില്ല. ഇന്ന ദിവസം ഇന്നത് അങ്ങനെയൊന്നുമില്ല. എന്നും സർപ്രൈസ് ആയിരിക്കണം നമ്മളെന്നും ഓരോ സർപ്രൈസുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാൽ ഇച്ചിരി നൂഡിൽസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, മഷ്റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സൈഡിൽ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇതിൽ നമ്മൾ കുറച്ച് നൂഡിൽസ്. അപ്പോൾ ഞാൻ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ് ഫുള്ളൊന്നും എടുത്തിട്ട് ഒരു ഹാഫ് നൂഡിൽസാണ് എടുത്തത് കേട്ടോ. പക്ഷേ നിങ്ങളിതിൻ്റെ ക്വാണ്ടിറ്റി ലാസ്റ്റ് വരുമ്പോൾ നോക്കിയാണ്, നല്ല ക്വാണ്ടിറ്റിയിൽ കാണുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഹാഫ് നൂഡിൽസേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് അതിങ്ങനെ ഒരു സൈഡിൽ വേവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ആ നൂഡിൽസിൻ്റെ കൂടെ വരുന്ന കുറച്ച് മസാലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. തൊട്ടിപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മുട്ട ചേർത്തിട്ടുണ്ട്. മുട്ട ഇങ്ങനെ വെജിറ്റബിളൊക്കെ ഒന്ന് പാകമായപ്പോൾ, ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ, ഒന്ന് പാകമായപ്പോഴത്തേക്ക് നടുക്കൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കി മുട്ട അതിൻ്റെ നടുവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ മുട്ട വെജിറ്റബിൾസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇടയ്ക്കിട്ട് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ചില സമയത്ത് തോന്നും ആ മുട്ട അങ്ങോട്ട് അധികം വേകാത്ത പോലെ തോന്നും. പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുഴമ്പ് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഞാനിങ്ങനെ നടുക്കൊഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു മുട്ട ഒരു ലേശം ഒന്ന് കട്ടിയാകുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഇതാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ നൂഡിൽസ് തൊട്ടിപ്പുറത്തെ അടുപ്പിൽ വെന്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പം നൂഡിൽസ് ഒന്ന് പാകമായപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് വരുന്ന മസാല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഫുൾ പാക്കറ്റ് നൂഡിൽസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇവിടെ നല്ല മുട്ട ഒരു ലേശം കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നടുക്കിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളകും ഉപ്പും ഒന്നും ചേർത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസിലൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് ചേർത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു മുട്ട പാകമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ഏതൊക്കെ വെജിറ്റബിൾസാണോ തോന്നുന്നത്, അപ്പോൾ ആ വെജിറ്റബിൾസൊക്കെ ചില സമയത്ത് ഇങ്ങനെ പച്ചയ്ക്ക് ആ വെജിറ്റബിൾസ് അരിഞ്ഞ് മുട്ട പുഴുങ്ങിയതും ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ചില സമയത്ത് ഇങ്ങനെ നമുക്കൊന്നൊരു കഴിക്കാനുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാനും പറ്റും. അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ എന്താണ്ടില്ലേ നൂഡിൽസ് വെന്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇളക്കിയെടുക്കണം. നൂഡിൽസ് ഒത്തിരി കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം, എന്നാലേ നമുക്ക് നല്ല ഒരു വേറിട്ട രീതിയിൽ ഇങ്ങനെ നൂഡിൽസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ നൂഡിൽസ് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മഷ്റൂം നൂഡിൽസ് എന്നോ ക്യാപ്സിക്കം നൂഡിൽസ് എന്നോ ക്യാരറ്റ് നൂഡിൽസ് എന്നോ വെജിറ്റബിൾ നൂഡിൽസ് എന്നോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കാം. എന്തായാലും നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ഇതിനകത്തേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സാധാരണ ഡെയിലി അങ്ങനെ ഒന്നും നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് ഇച്ചിരി അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ഒക്കെ കിട്ടാൻ നമുക്ക് ഒഴിക്കാമെന്നതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ നൂഡിൽസ് പാകമായിട്ടുണ്ട്. ഇനി ഞാൻ പ്ലേറ്റ് തേണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചൂടോടുകൂടി നമുക്കിതിനകത്തേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഞാൻ നൂഡിൽസും ഈ വെജിറ്റബിൾസും എല്ലാം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പക്ഷേ കോഫി കുടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ കോഫി ഒഴിവാക്കി. കോഫി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു ഇതിപ്പോൾ രാവിലെ ഞാനാണെങ്കിൽ എന്നും ഇപ്പം ഇപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു 10:45 കിടന്ന് 5:30 5:45 ആകുമ്പോൾ എഴുന്നേൽക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 8:30 ആയതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു നൂഡിൽസൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 10:30 10:45 ആകുമ്പോഴത്തേനും ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കോഫി കുടിച്ചില്ല. കാപ്പിയോ ചായയോ ഒക്കെ നമ്മൾ ഫുഡിൻ്റെ കൂടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ അകത്ത് വൈറ്റമിൻസ് ഒന്നും അബ്സോർബ് ചെയ്യത്തില്ലെന്ന്.
അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പറ്റത്തില്ല കേട്ടോ, ഈ കോഫിയൊക്കെ കുടിക്കാനുള്ള കൊതി കൊണ്ട് അങ്ങ് കുടിക്കും. ഇതിനകത്ത് ചേർത്ത മസാലകൾ ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. അത് നമ്മുടെ കുരുമുളക്, പാപ്രിക്ക പൗഡർ, പിന്നെ ഗരം മസാലയോ ബിരിയാണി മസാലയോ എല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം ചേർക്കുക. പിന്നെ നമ്മുടെ ആ ഒരു നൂഡിൽസിൻ്റെ കൂടെ വന്ന മസാലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ മനോഹരമായിട്ടൊരു ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ടങ്ങ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.